ഓണാക്കി. ഞങ്ങൾ വീണ്ടാണ് കർണാടകയില് ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളോട് വീണ്ടും നാസിക്കിലോടാണ്. ഞങ്ങള് ശിരൂരെത്തി. അപ്പം അങ്ങനെ അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 10-300 കിലോമീറ്റർ ഉള്ളിലുണ്ടല്ലേ? 765 കിലോമീറ്റർ. മംഗലാപുരത്തുനിന്ന് നമ്മുടെ കേരളം കഴിഞ്ഞ് മംഗലാപുരത്തുനിന്ന് എത്ര ദൂരമുണ്ട്? ആ പാലാണ് നമ്മൾക്ക് ഈ പാലം കിടക്കുന്നതാണ്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അല്ലേ? ആ ലൈറ്റ് കാണുന്ന ഭാഗമാണ്. മണ്ണെടുത്ത ഭാഗമാണ് നമ്മൾ പിടിച്ചതാ. ലൈറ്റിന്റെ ഭാഗമാണ് വണ്ടി കയറ്റിട്ടുണ്ടോ? വണ്ടി കയറ്റിട്ടുണ്ട്. ഇതാ നല്ല മഴയുണ്ട്, കോടയുണ്ട്. ലൈറ്റുകളൊക്കെ കിട്ടുന്നത് അല്ലേ? ഇതേപോലെ പാടായിരുന്നു കണ്ണ പാടം കണ്ട. ഇതേപോലത്തെ ഇതെത്തിക്കുന്ന താഴ്ച കണ്ട പാടായിരുന്നു അവിടെ. പക്ഷെ പാടത്തേക്കും ഒരുപാട് സങ്കടത്തോടു കൂടിയുള്ള നമുക്ക് ഒരു കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് നമുക്ക് ഉണ്ടായത്. കിടക്കണ വണ്ടി മറ്റേ മോളിലേക്ക് കയറ്റി പറഞ്ഞപ്പോൾ ഒരു ഐസ് പ്ലാന്റ് ഇട്ടില്ല. പഴയതാണ്. പിന്നെ പറഞ്ഞത് മലയാള ഇവിടെ ഒരുപാട് മണ്ണിടിച്ച് അവിടെ മണ്ണെടുത്ത് മനസ്സിലാവുന്നല്ലേ? വണ്ടിയിൽ കിടക്കണമല്ലേ? ഇവിടെ പിന്നെ കുഴപ്പമില്ല. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുള്ളതാണ്. ഇത് വേറെ വണ്ടി കിടക്കുന്നത് വേറെ താപയാണ്. ഇതാണ് ഈ മണ്ണൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയ മണ്ണാണ്. ഇത് പുത്തോട്ടിൻ്റെ വണ്ടി. വീടെടുക്കാൻ വണ്ടികൾ ഇഷ്ടംപോലെ വന്ന് കിടക്കുന്നുണ്ട്. ആ ഈ പോണത് പുത്തോട്ടിൻ്റെ ആൾക്കാർ. ഇതാണ് വണ്ടി. ഒരുപാട് മലയാളികളുണ്ടല്ലോ അവിടെ. ഇതാണ് വണ്ടി. ഇവിടെ ആയിരുന്നു കടകളുണ്ടായിരുന്നു, ഹോട്ടലുണ്ടായിരുന്നു. ഇവിടെ മലയാളി ഇഷ്ടം പോലെ ഉണ്ട്. അത് അവിടെ നിന്നാണ് കിട്ടിയത്. അവിടെ നിന്നാണ് കിട്ടിയത്. ആ ട്രാക്ടറാണ് കിടക്കുന്നത്. ഇടിഞ്ഞ എവിടെയാണ്? അതന്നെ ഇവിടെ കടകളും വീടുകളൊക്കെ ഉണ്ടായത്. മണ്ണിഞ്ഞുണ്ട് മാറ്റാൻ. ചെങ്കാറില്ല, മണ്ണിഞ്ഞും മാറ്റാണ്ട് ഇഷ്ടം പോലെ കണ്ട. ആ അപ്പുറത്തൊരു വീട്
അവിടെ നിന്നൊരു വീട് പോയി. നമ്മള് ശിരൂര് ആ വലിയൊരു ദുരന്തം സങ്കടമാർന്ന നമ്മുടെ ഒരു സുഹൃത്തായ വലിയൊരു സങ്കടത്തിന് നമ്മള് യാത്രയാണ്. നമുക്ക് താനായിട്ടുള്ളൊരു മാനസികാവസ്ഥയില്ല, അതുകൊണ്ടാണ് എത്താത്തത്. നമുക്ക് ആ വണ്ടി കിടക്കണമെന്ന് മനസ്സിന് അതന്നെ. വണ്ടി അവിടെ നിർത്താനും സ്ഥലമില്ല. നമ്മളെ തൊട്ടപ്പുറത്ത് വേണമെങ്കിൽ നടന്നു വരാം. പക്ഷെ എന്നാലും നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഇത് വെച്ച് നോക്കുമ്പോ അത് മനസ്സിലാണ് അല്ല. നമ്മളിപ്പോ ഒരു സുഹൃത്ത് അതങ്ങനെ സംഭവിച്ചു പറയുമ്പോ മനസ്സിന് തന്നെ ഒരു ഭയങ്കര സങ്കടം. ആ ഒരു സങ്കടം ഒരിക്കലും ഈ വഴിക്ക് മാറാൻ പോകില്ല. നമ്മളന്ന് ഈ ദുരന്തം നോക്കുന്ന സമയത്ത് ഉമ്മൂർക്കയിൽ ഓടിയായിരുന്നു അല്ലേ? ഞാൻ ഇവിടുന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് പോയി 2-ാം തന്നെ സംഭവം ഇവിടെ നടക്കുന്നത്. അതൊക്കെ ഇടിഞ്ഞാണ്. അത് കണ്ട അതെ, ഇതൊക്കെ ഇടിഞ്ഞാണ് കാണുന്നത്. ഇതൊക്കെ ഇടിഞ്ഞാണ് കാണുന്നത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ഓക്കെ വളരെയധികം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഒരു സങ്കടമായി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ വെച്ച് ക്ലോസ് ചെയ്യണം. ഓക്കെ.